ഇതൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. ഇതിൽ പറയുന്നത് നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് കനൽ ഉണ്ടാക്കുക എന്നാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കരിയൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചാലും ഒരുപാട് സമയം നമ്മൾ ഇരുന്ന് വീശി കഷ്ടപ്പെടണം. അപ്പോൾ അങ്ങനെ ഒരുപാട് സമയം വീശാതെ കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെയാണ് നല്ല കനൽ ഉണ്ടാക്കുക എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ കുറച്ച് ചിരട്ട എടുക്കണം. എന്നിട്ട് ഒരു ചിരട്ടയുടെ ഉള്ളിൽ കുറച്ച് എണ്ണയും അതിൽ കുറച്ച് പേപ്പറും കുത്തി നിറക്കുക. എന്നിട്ട് അതിന് തീ കൊടുത്തിട്ട് ആ ചിരട്ട താഴെ വെച്ചിട്ട് ബാക്കി ചിരട്ടകൾ ഇതുപോലെ അതിൻ്റെ മുകളിൽ ഒരു കൂമ്പാരം പോലെ വെക്കുക. അത് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇതുപോലെ കത്തിപ്പിടിക്കും. ചിരട്ടയല്ലേ പെട്ടെന്ന് കത്തും. പിന്നെ നമ്മൾ ഉള്ളിൽ എണ്ണയും പേപ്പറും ഒക്കെ ഇട്ടതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് കത്തി കിട്ടും. അപ്പോൾ കത്തുന്നതിനിടയിൽ ആ കൂമ്പാരത്തിന് ഇതുപോലെ സൈഡിലേക്കൊക്കെ ചിരട്ടകൾ വീഴുമ്പോൾ നമ്മൾ അതെല്ലാം എടുത്തിട്ട് തീയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. ഇതിൽ ഫുള്ള് ചിരട്ടയും നന്നായിട്ട് കത്തിയിട്ട് ആ റെഡ് കളറിലുണ്ട് ഒരു കനലില്ലേ, അതുപോലെ ആയി കിട്ടണം നമുക്ക്. ഇപ്പോൾ ഇത് എല്ലാ ചിരട്ടയും നല്ല റെഡ് കളറിലുണ്ട് കനലായിട്ടുണ്ട്. ഈ ഒരു കളറായാൽ പിന്നെയും കത്തുന്നുണ്ടെങ്കിൽ നമുക്ക് തീ കെടുത്തി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് പരത്തിയിടാം നമ്മുടെ ഈ ഗ്രില്ല് ചെയ്യുന്ന പാത്രത്തിൽ. അപ്പോൾ ഗ്രില്ല് ചെയ്യുന്ന ഇതില്ലെങ്കിൽ നമ്മളിപ്പോൾ താഴെയാണ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ താഴെ അതൊന്നിങ്ങനെ നിരപ്പാക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച കരി ഉണ്ടല്ലോ, കരി ഇതുപോലത്തെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഇത് മരത്തിൻ്റെ എന്തോ കരിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് 110 രൂപയ്ക്ക് 2 കിലോ കരിയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. ഇനി ഇതെടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ നിരത്തി കൊടുക്കണം. ഒരുപാടൊന്നും വേണ്ടി വരില്ല കേട്ടോ, ഇത് ഫുള്ളൊന്നും വേണ്ടി വരില്ല. ഇതിൽ നിന്ന് കുറച്ച് പീസസ് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നിരപ്പാക്കി ഇട്ട് കൊടുക്കുക. ഇതിന് മുകളിൽ 2 അട്ടയായിട്ടൊന്നും ഇടണ്ട, നിരത്തിയിട്ട് ഇട്ട് കൊടുക്കുക. ഈ ചിരട്ടയുടെ കനലിൻ്റെ മുകളിൽ വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ നമ്മൾ കരിയെല്ലാം ഈ കനലിൻ്റെ മുകളിൽ നല്ലോണം നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു മൊറോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് വീശി കൊടുക്കണം. അപ്പോൾ ഇതിനും നമ്മൾ വീശി കൊടുക്കണം. പക്ഷേ നമ്മൾ ഈ കരി ഒറ്റയ്ക്കാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം പിടിക്കും ഇത് മൊത്തത്തിൽ ഒന്ന് കനലായി കിട്ടാൻ. പക്ഷേ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ താഴെ ഈ ചിരട്ടയുടെ കനലുണ്ടാകുമ്പോൾ അത് പെട്ടെന്ന് കത്തിപ്പിടിക്കും. അപ്പോൾ നമുക്ക് ഈ കരിയും പെട്ടെന്ന് നല്ല കനലായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ താഴെ ഈ ചിരട്ടയുടെ ഇതിടുന്നത്. ഇത് ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം യാണ്. അറിയുന്നവർ ദയവായിട്ട് ക്ഷമിക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഗ്രില്ല് ചെയ്യാണ്ട് മസാലയുടെ ഒക്കെ റെസിപ്പി അടുത്ത വീഡിയോ ഉണ്ട്. അപ്പോൾ അതിൽ ഇതും കൂടെ ഇട്ടിട്ട് ബോറടിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഇത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ടിട്ടത്. ഇപ്പോൾ നമ്മുടെ കനലൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചിക്കൻ വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ ചിക്കൻ്റെ മസാലയും ഇതിലേക്കുള്ള ഗ്രീൻ ചട്നിയുടെ ഒക്കെ റെസിപ്പി ഇതിൻ്റെ തൊട്ട് മുകളിലുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കാം കേട്ടോ.